ഇപ്പോൾ വാർത്താ ചാനലുകൾക്ക് റെസ്റ്റേ ഇല്ലെന്ന് പറയാം. അതുപോലെയുള്ള സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നേരത്തെ നമ്മൾ പല പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുണ്ട്. മെയിൻ കാരണം ഈ 12 നിൽക്കുന്ന രാഹുവാണേ. നമ്മുടെ ജാതകത്തിലും ഇങ്ങനെ 12 നിൽക്കുന്ന ഗ്രഹങ്ങളെ അനുസരിച്ച് ചില ദോഷങ്ങളുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് ആ ദശാകാലത്ത് ചില പ്രതിവിധികൾ ചെയ്താൽ നമുക്ക് ആ ദോഷം മറികടക്കാൻ പറ്റും. ഭയപ്പെടുകയൊന്നും ചെയ്യരുത്. കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴേ ഈ 12 നിൽക്കുന്ന ഗ്രഹത്തിനെ ഒന്ന് നിരീക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഗ്രഹം കൊണ്ട് വരാവുന്ന ദോഷങ്ങളില്ലേ കുഞ്ഞുങ്ങൾക്ക്, അപ്പോൾ അതിൻ്റെ അപകാരകാലങ്ങളിലും ദശാകാലങ്ങളിലും നമ്മൾ ആ പ്രതിവിധികൾ ചെയ്തേ മതിയാവും. ജ്യോതിഷം നമ്മുടെ സഹായിയാണ്, അല്ലാതെ ഭയപ്പെടുത്താനുള്ള ഒന്നും അല്ല. അത് ചില ജ്യോതിഷികൾ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് നമുക്ക് ഏറ്റവും സഹായകരമായ ശാസ്ത്രമാണ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ആപത്തുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിച്ച് അതിന് പ്രതിവിധികൾ സ്വീകരിക്കുകയാണ്. 12-ൽ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങൾ വരികയാണെങ്കിൽ വേറെ ഫലമായിരിക്കും, അതും ചിന്തിക്കണം. അപ്പോൾ 12-ൽ ഒരു ഗ്രഹം ഒറ്റയ്ക്ക് നിന്നാലുള്ള ഫലമാണ് ഈ പറയുന്നത്. നമുക്ക് വരാകുന്ന ദോഷങ്ങൾ, അപ്പോൾ അത് കണ്ടിട്ട് ആ സന്ദർഭങ്ങൾ, ആ സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ചികിത്സാ പിഴവാണെങ്കിൽ ആ ചികിത്സാ പിഴവ് ഒഴിവാക്കുന്ന സാഹചര്യം, വെള്ളമാണെങ്കിൽ വെള്ളത്തിനടുത്തൊന്നും പോവാതിരിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെയാണ് ഗ്രഹങ്ങളെ വെച്ച് പറയുമ്പോൾ മനസ്സിലാകും. ഇവിടെ 12-ൽ ചന്ദ്രനാണ് നിൽക്കുന്നത്. അപ്പോൾ ജലവുമായി സംബന്ധിച്ചതെല്ലാം തന്നെ സൂക്ഷിക്കണം. ഒന്നുകൂടി പറയുന്നു, ദശാകാലത്തും അപകാരകാലത്തും പിന്നെ സൂക്ഷ്മ ദശ അങ്ങനെയൊക്കെയുണ്ട്. ആ ദിവസങ്ങളിൽ മാത്രം നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ ദിവസവും നമുക്ക് ജലത്തിൽ പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കോളറയൊക്കെ അല്ലേ അങ്ങനെയൊക്കെയുള്ളത് വരാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിസാരവും ഛർദിയും ഒക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ശുദ്ധജലം മാത്രം കുടിക്കുക. പിന്നെ മദ്യപാനം ഒക്കെ ഉള്ള ശീലമുള്ളവരാണെങ്കിൽ അതൊക്കെ അങ്ങ് ഒഴിവാക്കുക. ഇനി രവിയാണ് 12-ൽ നിൽക്കുന്നതെങ്കിൽ ഒരു ചെറിയ ചൂട് പനിയൊക്കെ വരുമ്പോഴേ ആശുപത്രിയിൽ പോയി മരുന്ന് കഴിക്കുക. സ്വയം ചികിത്സ എല്ലാം ഒഴിവാക്കിയിട്ട് മരുന്ന് കഴിക്കുക. പിന്നാണെങ്കിൽ ഈ കോടതിപരമായിട്ട് ഇങ്ങനെ പണിഷ്മെൻറ്റ് കൊണ്ടൊക്കെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആപത്തുകളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. പിന്നെ അഗ്നിയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് പറ്റിയ ആഹാരം ശീലിക്കുക. ഇവിടെ കുജനാണ് 12 നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവർ അങ്ങനെ നമ്മൾക്ക് ഈ ദശ അപകാരം സൂക്ഷ്മദശ അങ്ങനെയൊക്കെയുള്ളതില്ലേ, ആ സമയങ്ങളിൽ സർജറികൾ ഒഴിവാക്കുക. ആശുപത്രിയിൽ പോയി മരുന്ന് തന്നാൽ പോലും വളരെയധികം ചെക്ക് ചെയ്തതിന് മാത്രം കഴിക്കുക. അതുപോലെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. കരണ്ട്, തീ ഇവയൊക്കെ സൂക്ഷിക്കുക. പഴകാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ, അതായത് ശുദ്ധമായ ഭക്ഷണവും ജലവും ഒക്കെ കഴിക്കുക. പിന്നാണെങ്കിൽ ഈ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, കെമിക്കൽ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. കോപമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. അതുപോലെ കേസുകളിലൊന്നും ചെന്ന് പെടാതിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ദോഷം തടയാൻ പറ്റും. പിന്നെ പരിഹാരങ്ങൾ ചെയ്യുന്നത് അത്യാവശ്യമാണ്. പരിഹാരങ്ങൾ അത് ഓരോ ഗ്രഹത്തിൻ്റെയും ചിലതിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ട്, ബാക്കിയുള്ളത് പറയുന്നതായിരിക്കും. ഇനി 12-ൽ ബുധനാണ് നിൽക്കുന്നതെങ്കിൽ നമ്മളാണെങ്കിൽ പനിയൊക്കെ വരുമ്പോൾ സൂക്ഷിക്കുകയാണ് വേണ്ടുന്നത്. അതുപോലെ പനി വലിയ കൂടുന്നത് വരെ വെച്ചുകൊണ്ടിരിക്കാതെ പനി വരുമ്പോഴേ അതിന് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. ഏത് അസുഖം വന്നാലും ഒന്ന് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് പനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ തന്നെ ഈ ശനിക്ക് ഈ 4-ാം ഭാവത്തിലോട്ട് രാശിദൃഷ്ടി എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പോൾ ശനിയാണെങ്കിൽ നമ്മൾ വിഷപദാർത്ഥങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം. മുങ്ങാനുള്ള സാധ്യതകളൊക്കെ ഒഴിവാക്കണം. വലിയ വലിയ ഭാരമൊക്കെ നമ്മുടെ മണ്ടയ്ക്ക് വന്ന് വീഴാനുള്ള സാധ്യത ഒഴിവാക്കണം. പൊക്കത്തിൽ നിന്ന് എന്തൊക്കെയെങ്കിലുമൊക്കെ പതിച്ചിട്ടുള്ള അപകടങ്ങളെ, പിന്നെ ഈ മുറിവുകൾ കൊണ്ട്, നിർജ്ജലീകരണം ആണെങ്കിൽ വിശപ്പ് കൊണ്ട്, ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ശനിയുടെ അപകാരങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അങ്ങ് ഒഴിവാക്കിയാണ് വേണ്ടുന്നത്. അതായത് യാത്രയൊക്കെ പോകുമ്പോൾ ആവശ്യത്തിന് ഭക്ഷണം കരുതുക, ജലം കരുതുക. പിന്നെ മലഞ്ചെരിവുകളിലൊക്കെ പോകുന്നതൊക്കെ ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങളിൽ അത് ഉള്ള സ്ഥലത്ത് പോകുന്നത് ഒഴിവാക്കുക. വാത സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരൊന്ന് സൂക്ഷിക്കുക. 12-ൽ രാഹുവാണ് നിൽക്കുന്നതെങ്കിൽ ഏകദേശം ഈ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെയാണ് ഉണ്ടാവുക. വിഷജന്തുക്കളെയും അതുപോലെയുള്ള ജന്തുക്കളെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം. പിന്നെ ആണെങ്കിൽ ഈ സ്കിൻ ഡിസീസൊക്കെ ഇല്ലേ, അതൊക്കെ വരുമ്പോഴേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പിന്നെ ഈ ശനിക്ക് പറഞ്ഞതെല്ലാം തന്നെ നമ്മൾ രാഹുവിനും
സൂക്ഷിക്കണം. ഇനി 12-ൽ കേതുവാണ് വരുന്നതെങ്കിൽ രാഹുവിനും ഇത് ബാധകമാണെങ്കിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ ആ മരുന്ന് അലർജി ഉണ്ടാകുന്ന മരുന്നുകളൊക്കെ ആണെങ്കിൽ അവയെല്ലാം അവോയ്ഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റോങ് ട്രീറ്റ്മെൻറ്റിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കണം. പൊക്കത്തിലൊക്കെ ആയിരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. പൊക്കത്തിൽ നിന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്, അത് ഒഴിവാക്കണം. നില കെട്ടിടങ്ങളിലൊക്കെ കയറുമ്പോഴും സ്റ്റെപ്പൊക്കെ കയറുമ്പോഴും പിന്നെ ആണെങ്കിൽ ഈ ലിഫ്റ്റിലൊക്കെ ആയിരിക്കുമ്പോഴും എക്സലേറ്ററൊക്കെ ഉപയോഗിക്കുമ്പോഴും ഒക്കെ വളരെയധികം സൂക്ഷിക്കണം. മൃഗങ്ങളിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാകാതിരിക്കാനും വളരെയധികം സൂക്ഷിക്കണം. 12-ൽ ഗുരുവും ശുക്രനും ഒന്നും വലിയ ദോഷമൊന്നും വരത്തില്ലെന്ന് പറയുന്നതെങ്കിലും ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ചില ഗ്രഹങ്ങൾ പാപത്വമുള്ളവയായിരിക്കത്തില്ല ചില രാശികളിലും ഭാവങ്ങളിലും ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ദൃഷ്ടി ഉണ്ടാകുമ്പോൾ. അതുകൊണ്ടാണ് പറയുന്നത്. പ്രമേഹമുള്ളവരും ഈ വൃക്ക രോഗങ്ങൾ, വൃക്ക സംബന്ധമായ അസുഖങ്ങൾ, ഏത് അസുഖമുള്ളവരായാലും ചെറിയ ഒരു കല്ല് ഉള്ളവരായാൽ പോലും വളരെയധികം സൂക്ഷിച്ചു മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അതുപോലെ ആണെങ്കിൽ വിശന്നിരിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കണം. എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ കൂടുതൽ ആഹാരം കയ്യിൽ കരുതണം. ഈ ശരീരത്തിൽ മാരകനും അല്ലാതെ ഉള്ള മുഴകൾ, ഏത് തരത്തിലുള്ള മുഴകളുള്ളവരായാലും കുജനെ, രാഹു, ഗുരു ഇതൊക്കെ 12-ലുണ്ടെങ്കിലൊന്ന് സൂക്ഷിക്കണം. അതിൻ്റെ അപകാരകാലങ്ങളിലും സൂക്ഷ്മാപകാരകാലങ്ങളിലും ദശാകാലങ്ങളിലും. ഗുരു അത്ര ദോഷമൊന്നും വരത്തില്ലെന്ന് പറയുന്നെങ്കിലും നാളായിട്ട് അസുഖത്തിലൊക്കെ ഇരുന്നവരൊന്ന് സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഈ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടുകളോ അങ്ങനെയുള്ള വീക്കങ്ങളോ ഒക്കെ വരുമ്പോഴേ ശ്രദ്ധിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മളപ്പോൾ തന്നെ എടുക്കണം. ഗുരുസ്ഥാനീയരുടെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ ഒന്നും ദേഷ്യത്തിനോ കോപത്തിനോ ഇരയാകാതെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട്, അതുപോലെ മുതിർന്നവരെ വളരെയധികം ബഹുമാനിക്കാൻ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഉള്ള ചില ശാപങ്ങൾ മൂലം ഉണ്ടാകത്തില്ലേ ചില പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ കാലസർപ്പദോഷം പോലെ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് വളരെ കുറവായിരിക്കും. കാരണം അവർക്ക് ഈ ജാതകത്തിലുള്ളതിൻ്റെ വിപരീത ഫലമായിരിക്കും കിട്ടുക. അതുകൊണ്ട് 12 2 ഗ്രഹങ്ങളോ 3 ഗ്രഹങ്ങളോ ഒക്കെ വരുമ്പോൾ വേറെ ഫലമാണ്. എങ്കിലും ആ ഗ്രഹങ്ങൾ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എല്ലാ ദശ, അപകാരം, സൂക്ഷ്മദശ അങ്ങനെയുള്ള കാലങ്ങളിലൊന്നും സൂക്ഷിക്കുന്നത് നല്ലതാണ്. പലരും ഇതൊന്നും പറയാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പേടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്കില്ലാത്ത അസുഖങ്ങൾ വരും. ഇത് കണ്ടിട്ട് പേടിക്കുകയൊന്നും ചെയ്ത് കുഞ്ഞുങ്ങളുടെ ജാതകത്തിലായാലും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പരിഹാരങ്ങൾ ചെയ്ത് അതിൻ്റെ തീവ്രത കുറയ്ക്കാനുള്ള ആയിട്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഭയപ്പെടുത്തിയിട്ട് തീവ്രത കൂട്ടാനല്ല. ഓം നമഃ ശിവായ.